പ്രൈസ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ക്യാൻറ്റീനിലെ കറക്കമെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ യെല്ലയിലേക്ക് തിരിച്ച് ഏകദേശം 4 മണിക്കൂർ തോട്ടമുണ്ട് ക്യാൻറ്റീന്ന് യെല്ലയിലേക്ക്. ഫുള്ളിങ്ങനെ അതായത് നമ്മുടെ മൂന്നാർ വാഗമൺ ആ ഒരു കൈൻഡ് റോഡ് ഫുള്ള് ഹൈ റേഞ്ച്, പിന്നെ അതേപോലെ തന്നെ തേയിലത്തോട്ടം കാര്യങ്ങളെല്ലാം വേണ്ട ഫുള്ള് ആ നമ്മളുടെ നാട്ടിലുള്ള മൂന്നാറിന് സെയിം വൈബ് തന്നെ. ഒരു വ്യത്യാസമില്ല. ആയിക്കൂടി ഇവിടെ ഇത്തിരി തണുപ്പ് കുറവുണ്ട്, അത്രയുള്ള വ്യത്യാസം. അപ്പം ഇതിൽ നേരെ നമ്മൾ യെല്ലയിലേക്കാണ്. ലോങ് ജേർണി ഓൾമോസ്റ്റ് ഒരു 5 to 6 hours പിടിച്ചാൽ നമ്മളെല്ലായിടും നിർത്തിയാണ് വന്നത്. അങ്ങനെ നമ്മുടെ ക്യാൻറ്റീന്ന് എല്ലാം എത്തിയിരിക്കുന്നതാണ്. എല്ലാ ക്യാൻറ്റീനെ അപേക്ഷിച്ച് നോക്കാനാണെന്നുണ്ടെങ്കിൽ തണുപ്പും നല്ല തണുപ്പുണ്ട്, പിന്നെ പ്യൂർലി ഒരു ഗോവ വൈബാണ്. മൊത്തം ഷാക്സ് പോലത്തെ റെസ്റ്റോറൻറ്റ്സും കഫേസും ബാസും പബ്സും അങ്ങനെ എല്ലാ കാര്യങ്ങളുള്ള ഒരു കിടില സിറ്റി തന്നെയുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയാം. ഇക്കോടൊന്നും പോയിട്ടില്ല, പക്ഷേ ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ. അതായത് മൊത്തം വൈറ്റ്സ് ആണ് ഇവിടെ മൊത്തം. അതായത് നാട്ടുകാർ, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിനേഴ്സാണ് കൂടുതൽ ഇവിടെ വന്നേക്കുന്നത്. കിടിലൊരു സ്പോട്ടാണത്. ഇവിടെയാണ് നമ്മുടെ മറ്റേ നയൻ ആർച്ച് റെയിൽവേ ആ ബ്രിഡ്ജൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെയൊക്കെ എന്തായാലും ഡ്രോൺ ഷോട്ടെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. വരുന്ന ടൈമിംഗ് ഉണ്ട് എല്ലയിൽ വേണ്ട. നമ്മളിപ്പോൾ പോകാൻ പോണ എല്ലയിൽ 11 ആ ഒരു ടൈം സ്ലോട്ട് വിളിച്ചാണ് നമ്മൾ ആ നയൻ ആർച്ച് ഇതിനകത്തേക്ക് ബ്രിഡ്ജിലേക്ക് പോകാൻ പോകുന്നത്. ഇതാണ് ടൈമിങ്. അപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിട്ടത്. നമ്മുടെ എല്ലയിലെ സ്റ്റേ ആണ്ടത് അതൊരു അപ്പാർട്ട്മെൻറ്റ് കൈൻഡാണ്. അപ്പാർട്ട്മെൻ്റ് അല്ല, വില്ല കൈൻഡ്. എല്ലായിടത്തും ഇതേപോലെ തന്നെ 2 പേർക്ക് താഴെയിൽ 2 പേർക്ക് മേളിൽ. ഇത് എത്രയാണ് വിളിക്കുക? 11 rupees. അപ്പോൾ 8,000 റേഞ്ച് 4 പേർക്ക് വേണ്ടി. പക്ഷേ ഇത് നല്ല വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. അതുകൊണ്ട് എന്ത് വന്നാലും ഇവിടെ റേറ്റ് കൂടുതലാണ്, ബട്ട് ഇത് ഗുഡ് ഓപ്ഷനാണിത്. അപ്പോൾ ഇതും നമ്മൾ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യുന്നുണ്ട്. ഹലോ എവരിവൺ. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റിട്ടുണ്ട് എല്ലയിൽ. ഇന്നലെ ക്യാൻറ്റീൻ ഏകദേശം ഒരു ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു 5 മണിക്കൂറോളം ഉണ്ടായിരുന്നു. എല്ലാം പ്യൂർലി ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഒരു എന്താ പറഞ്ഞാൽ ഗോവ പോലത്തെ ഒരു വൈബ് വിത്ത് നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റ്. മണാലി അതന്നെ അങ്ങനെ പറയാൻ പറ്റും. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഫുൾ പാർക്കിങ്, ഫുൾ വൈറ്റ്സ്. അതായത് ഇവിടുത്തെ നാട്ടുകാരും പിന്നെ എനിക്ക് തോന്നുന്നത് കൂടുതൽ ഫോറിനേഴ്സാണ് വന്നത്. അപ്പോൾ ശ്രീലങ്ക വന്നവരാണെന്നുണ്ടെങ്കിൽ വേറെ ഏത് പ്ലേസിൽ പോലും ഇതുവരെ നമ്മൾ വന്നു വെച്ച് എനിക്ക് പറയാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വിസിറ്റ് വിസിറ്റ്. അപ്പോൾ നമ്മളുടെ ഈ കേരള എന്ന് കാണിക്കുമ്പോഴത്തേക്കും കണ്ടിട്ടില്ലേ ഈ ഹൗസ് ബോട്ട്, നമ്മളുടെ ഈ ചൈനീസ് നെറ്റ്, അതേപോലെ തന്നെ ശ്രീലങ്കയുടെ ഒരു മെയിൻ അട്രാക്ഷനാണ് നമ്മുടെ തെന്മല പോലത്തെ ആ 9 ബ്രിഡ്ജസ് ഇല്ലേ, ട്രെയിൻ പോകുന്നത്. അതിനെ പറയുന്നത് 9 ആർച്ച് ബ്രിഡ്ജ് എന്നാണ്. അപ്പോൾ 11:15 ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ കറക്റ്റായിട്ട് ഡ്രോൺ ഷോട്ട് ചെയ്യണമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പോകണം. എത്ര സക്സസ് ആവും എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്തായാലും ആ ബ്രിഡ്ജ് എന്തായാലും ഷൂട്ട് ചെയ്തിരിക്കും. അപ്പോൾ അറ്റ് പ്രസൻറ്റ് നമ്മളിവിടെ നിന്ന് നേരെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 15-20 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ചെല്ലുക. 15-20 മിനിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീപ്പ് ആയതുകൊണ്ടാണ്, പിന്നെ അവിടുത്തെ ആ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ വോക്കബിൾ ആണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ്സ് വോക്കെന്നാണ് ആ പുള്ളി പറഞ്ഞത് നമ്മുടെ ഡ്രൈവർ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് നേരെ 9 ആർച്ച് ബ്രിഡ്ജിൽ പോവാം. എന്താ 9 ആർച്ച് ബ്രിഡ്ജിൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ സിറ്റിയിലും ഒന്നും കൂടി കറങ്ങിയിട്ട് നമ്മൾ നേരെ ഇക്കഡോ പോവാം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 6-7 മണിക്കൂർ തോട്ടമുണ്ട്. അപ്പോൾ നമ്മളോടത്ത് നൈറ്റ് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നേരെ ഇക്കഡോ പോകാൻ. പിന്നെ അവിടെയാണ് നമുക്ക് ബാക്കി മറ്റേ സ്കൂബ ഡൈവിങ് പരിപാടികളെല്ലാം അവിടെയാണ്. നമ്മൾ ഇന്നലെ രാത്രി അവിടെയാണ് കാർ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടന്നത്. നമ്മളുടെ കോട്ടേജാണ്. കോട്ടേജിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇത്തിരി എന്താ പറഞ്ഞാൽ സംഭവം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 2 പിള്ളേരാണ് ഇത് നോക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ഇന്റീരിയർ എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ വീഡിയോസിൽ കാണിച്ചു തരാം. പക്ഷേ ഇത് പ്രൈസ് വൈസ് എനിക്ക് തോന്നുന്നത് ഒരു ഇത്തിരി ഓവറാണെന്ന് തോന്നുന്നു. 8,000 രൂപയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു റൂമിന് വേണ്ടിയാണ്, അതായത് ഒരു കോട്ടേജിന് വേണ്ടി. അത് ഒരു 5,000 ഒക്കെ ആണെങ്കിൽ അതൊരു കറക്റ്റ് റേറ്റ് ആയിരുന്നു. ബട്ട് വേറെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോട്ടേജിൽ നിന്ന് നേരെ നമ്മുടെ എല്ലാ സിറ്റിയാണ് താഴേക്കാണത്. ഒരു 20 അല്ലെങ്കിൽ 30 സ്റ്റെപ്സ് വെച്ച് കഴിഞ്ഞാൽ നേരെ കോട്ടേജ് സിറ്റിയുടെ സെൻറ്ററിൽ തന്നെയാണ്. അപ്പോൾ ബാക്കി ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും കിടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടിലെന്ന് തന്നെയാണ്.
പിന്നെ എനിക്ക് തോന്നുന്നു ഇവർ ഇവിടെ തന്നെ താമസിക്കുന്നത്, ഈ വീട്ടിലാണ് ഇവർ ഓണേഴ്സും താമസിക്കുന്നത്. ഇത് കണ്ട ഇനിയിപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്, മേളിലേക്കൊക്കെ ഉണ്ട്, ഏറ്റവും ടോപ്പിലുണ്ട്. പിന്നെ ഇവിടെ അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതായി നമ്മളുടെ സ്റ്റേ. കണ്ട ചില്ല് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സ്പേസ്. നമ്മുടെ വണ്ടിയെല്ലാം എത്തിക്കഴിഞ്ഞ്. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. നമ്മുടെ കാറ് വർക്ക് ചെയ്തെടുത്തുനിന്ന് നേരെ നമ്മൾ നൈനാസ് ബ്രിഡ്ജിലേക്ക് ഓട്ടോക്ക് പോകണം എന്ന് പറയാം. നടന്നു പോകാൻ പറ്റും, പക്ഷെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ലേറ്റ് ആവും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അണച്ചു അവിടെ എത്തുമ്പോൾ വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഏകദേശം ഒരു 300 റുപ്പീസേ ഉള്ളൂ, 200 to 300 ഇടയ്ക്കേ ഉള്ളൂ ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മുടെ നൈനാസ് ബ്രിഡ്ജിൻ്റെ അവിടെ വരെ. പിന്നെ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്ററിൽ താഴെ നടക്കാനുള്ളതാണ് പറഞ്ഞത്. നമ്മൾ ആ ഓട്ടോ എടുത്ത് നേരെ ഒരിടം വരെ വരും. അവിടെ നിന്ന് ഏകദേശം ഒരു 100-300 മീറ്റർ ഇതേപോലെ ഇറങ്ങി അങ്ങോട്ട് പോകണം. ലോങ് നടപ്പ് കഴിഞ്ഞ് നേരത്തെ എത്തിരിക്കുകയാണ്. എല്ലാം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഷാക്കൈനാണ് കണ്ട ഫുള്ള്. ഇപ്പൊ ഡേ ടൈം ആയിട്ട് പോലും റഷ്യാണ്. ഇതൊരു ചിൽ കഫേ എന്ന് പറഞ്ഞ ഇതാണ്. അക്കൂന മറ്റാറ്റ എനിക്ക് പറഞ്ഞ തേവലയിൽ അതേപോലത്തെ ഒരു സ്റ്റോർ ഉണ്ട്. ഇതണ്ട ഫുള്ള് ആ ഒരു കൈൻഡാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ എല്ലയിൽ നിന്ന് നേരെ കുടവ് പോകുന്ന വഴിക്ക് ഒരു വേറൊരു ഡയറക്ഷൻ എടുത്തിട്ട് തന്നെ നമ്മുടെ ശ്രീലങ്കയുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കിടില സ്പോട്ട് ഉണ്ട്. ആ സ്പോട്ട് കണ്ടോട്ടാ. നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും പുള്ളിയുടെ പറഞ്ഞാൽ നമുക്ക് കിടിലം വേറൊരു വാട്ടർഫോൾ ഉണ്ട്, അതിരമ്പള്ളി ഉണ്ടെന്ന്. പക്ഷേ അതിരമ്പള്ളി പോലെയല്ല ഇത്. നോക്കിയാൽ അതിരമ്പള്ളി ബ്യൂട്ടിഫുൾ ആണ്. ഇത് ഭയങ്കര ഹൈറ്റിൽ നിന്ന് വന്നിട്ടിരിക്കുന്നത്. This is from, I mean, we are heading to Yella to Kudava, right? Kudava, yeah. So the same road? Yeah, it's same road, but this way going to Yella to Yala, and actually this. How many kilometers from Yella to this place? This place only Yella to only 15 kilometers. Okay. What's the specialty of this fall? I mean, something related to Mahabharata or Ramayana, something it's right there. Yeah, this is mountain upside. Ravana and Sita living, I think, one week, and they are living this mountain, top of the mountain. Oh, Ravana.
നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ ഫോൾസിൽ നിന്ന് നേരെ ടുവേർഡ്സ് ഹിക്കോഡോവ ഒരു ഡാം എത്തിയിരിക്കുന്നതാണ്. ഈ ഡാമിൻ്റെ ഈ സൈഡിൽ ഫോറസ്റ്റ് ആണ്, പിന്നെ ഈ സൈഡിലേക്കാണ് ടുവേർഡ്സ് ഹിക്കോഡോവ കണ്ടോ. അപ്പോൾ ഈ ഫോറസ്റ്റിലാണ് നമ്മളിപ്പോൾ ആ എലിഫൻറ്റിനെയൊക്കെ സ്പോട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മുടെ അവിടുത്തെ മസനഗുഡി ആ റോഡ് പോലെ തന്നെ സെയിം അതേപോലെ തന്നെ ഫുള്ള് ഫെൻസിങ് എല്ലാം വെച്ചിട്ട്. അതുകൂടാതെ ഇവിടെ ഇതുണ്ട് കേട്ടോ, ജംഗിൾ സഫാരി ഉണ്ട്. ഈ ജംഗിൾ സഫാരിയുടെ വണ്ടികളാണ് ഈ വന്നിരിക്കുന്നത്. ഇവിടെ ലോക്കൽസ് നടത്തുന്നുണ്ട്, ഗവൺമെൻറ് നടത്തുന്നുണ്ട്. കണ്ടോ anyway, nice area. Safari jeep, yeah. Name of this? Wood apple. Sri Lankan. Yeah. ആൻഡ് ഫൈനലി വി ആർ അറ്റ് ഹിക്കോഡോവ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യൂർലി നമ്മുടെ ഒരു ഹാപ്പനിങ് പ്ലേസ് എന്ന് തന്നെ പറയാം. ഈ ഗോവ പോലെയൊക്കെ തന്നെയാണ്, പക്ഷേ എന്താ പറയുക, ഓരോ രാജ്യത്തെ ബീച്ചസും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു ഡിഫറെൻറ്റ് വൈബ് തന്നെയാണ്. ഇതൊരു എന്താ പറയുക, പേഴ്സണലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോവയിലായാലും വർക്കലായാലും പോകുമ്പോൾ നമുക്ക് അവിടുത്തെ നാട്ടുകാരെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ പ്യൂർലി വൈറ്റ്സ്, നമ്മൾ മാത്രമേ ഉള്ളൂ വൈറ്റ്സ് അല്ലാതെ ഉള്ളൂ. പക്ഷേ ബാക്കി എല്ലാം കൊണ്ടും ഒരു ഓൺ പ്ലേസ് ആണ് ഹിക്കോഡോവ. നമ്മളിപ്പോൾ ഹിക്കോഡോവിൽ താമസിക്കുന്നത് ഒരു booking.com വഴിയാണ് നമ്മൾ എടുത്തത്. മറ്റു നെയിം ഫോർഗോട്ട് യുവർ നെയിം? Oshwila. ഓഷ്വില എന്നാണ് ഇതിന്റെ അപ്പാർട്ട്മെന്റ്സിന്റെ പേര്. പുള്ളിയാണ് ഓണർ. I am Nishant. Yeah, please. I am Nishant from Hikkaduwa. Please come to our place and enjoy yourself. Stay tuned. നമ്മൾ എപ്പോഴും ആദ്യം പറഞ്ഞ സ്കൂബ ഡൈവിംഗ് അത് നാളെയാണ്. അപ്പോൾ see you in ഹിക്കോഡോവ. Yes. തടിയൊക്കെ സെറ്റാക്കി പവറായിട്ടാണല്ലോ നിങ്ങളെ ഡ്രോണൊന്നുമില്ല ഇതിൽ വീടെടുക്കാൻ പറത്തിക്കൊണ്ടുവരാനാണ്. നമ്മൾ ഇന്നലെ നമ്മളുടെ എല്ലയിൽ നിന്ന് നേരെ ഹിക്കോഡോവ എത്തിയിരിക്കണേ. ഇത് നോക്കിയാൽ ബീച്ചസ് ഉണ്ട്, കിടുക്ക് ബീച്ചസ് ആണ് ഇത് ഫുള്ള്. അതായത് നമ്മുടെ ശ്രീലങ്കയിലെ ഏറ്റവും ബെസ്റ്റ് ബീച്ചസ് എന്ന് അവരെ അവകാശപ്പെടുന്നത് ഇവിടെ തന്നെയാണ്, ഹിക്കോഡോവിൽ. അങ്ങനെ നമ്മളിതേ നമ്മുടെ ഹിക്കോഡോവിൽ തന്നെയുള്ള ബോട്ടിംഗ് പരിപാടിക്ക് വന്നിരിക്കുന്നതാണ്. ഇതിനെന്താ പേരെന്ന്? വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് ബോട്ടിംഗ് സെന്റർ? ഡ്രീം ബേ. ഡ്രീം ബേ അവിടെയാണ്. ഇത് ലേക്കിലാണ്, കടൽ. നമ്മൾ കടലിൽ പോകുന്നില്ല, ലേക്ക് ബോട്ടിംഗ് ആണ്. നമുക്ക് ടോട്ടൽ ഒരു 1.5 hours ബോട്ട് ട്രിപ്പ് ആണ് നമുക്ക് ചൂസ് ചെയ്യാം. 10 ലൊക്കേഷൻസ് ഉണ്ട്. ഇനി നമുക്ക് അത്ര 1.5 മണിക്കൂർ വേണമെങ്കിൽ അരമണിക്കൂറാണെങ്കിൽ അവർ 2-3 സ്ഥലത്ത് കൊണ്ടാക്കും. 1.5 മണിക്കൂറിൽ ഏകദേശം 10 സ്ഥലങ്ങൾ കവർ ചെയ്യും. നമ്മളുടെ 6ാമത്തെ ആളെത്തിരിക്കണേന്ന് നമ്മുടെ ട്രിപ്പിന്റെ ഫുൾ കോർഡിനേഷൻ പുള്ളിയായിരുന്നു. കൗൺ ബോയ്സ്. തകർക്കുമല്ലേ മാപ്പ? ബോട്ടിങ്ങിന്റെ അങ്ങോട്ടുള്ള വഴിയാട്ട. എനിക്ക് തോന്നുന്നു നമ്മളുടെ അവിടെ വൈപ്പിലിന് ചെറായിലേക്ക് ഇതേപോലത്തെ സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കടലല്ല, ഫുള്ള് ലേക്കിലാണ്. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആണല്ലോ മൊത്തത്തില്. സ്വിമ്മിംഗ് അറിയുന്ന ആൾക്കാർക്ക് ജാക്കറ്റ് വേണ്ടല്ലോ. സേഫ്റ്റിയാണ് ഫസ്റ്റ്. സേഫ്റ്റി.
സൂപ്പർ നല്ല ട്രിപ്പായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ്, സൂപ്പർ എക്സ്പീരിയൻസ്. അടിപൊളിയായിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ്. ഇവിടെ തന്നെയുള്ള ഒരു ബെസ്റ്റ് ഫുഡ് സ്പോട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പേര്? സീ സോൾട്ട്. സീ സോൾട്ട് അല്ലേ? ഇതിപ്പം ഇവിടെ ഒരുപാട് ഫുഡ് ജോയിൻസ് ഉണ്ട്, സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഒരു നല്ല റെക്കമെൻഡേഷനും പിന്നെ റേറ്റിംഗും കുറച്ച് കൂടിയ സ്ഥലമാണ്. ഇവരുടെ ഫ്ലേവർ വ്യത്യാസം ഉണ്ടല്ലോ, നല്ലൊരു വേറെ ടൈപ്പ് ഫ്ലേവർ, സാധാരണ കഴിക്കുന്നതല്ല. ഇതെന്താ ഇത്? കൽമാരിയാ, ഫ്രൈഡ് കൽമാരി. കൽമാരി ഇൻ ദ സെൻസ്? കൽമാരി നമ്മുടെ സ്ക്വിഡ് ഫുഡ് അല്ലേ? ഗാർലിക് സോസ്, ഗാർലിക് സോസ് അടിപൊളിയാണ്. പിന്നെ ഇവിടെ എല്ലാത്തിലും ഒരു കറിവേപ്പില ഇട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്, അതൊരു നല്ല ഫ്ലേവർ ആയതുണ്ട്. കൊള്ളാം. ഫുള്ള് സ്ക്വിഡ് ഉണ്ട്, അത് ഫുള്ളാണ്. അതിന്റെ മെയിൻ ഹെഡ് പാർട്ട് അത്. പ്രോൺസ് ഒക്കെ ഉണ്ടോ? അതായത് ഓവർ മസാല ഇട്ട് അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് കളയുന്നില്ല. ഗ്രാസ് ഫ്ലേവർ അത്. ഓ, നമ്മുടെ നാട്ടിൽ അങ്ങനെ വലുതായിട്ട് അങ്ങനെ എടുക്കാറില്ല. നൈസ്. ഗാലേപോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നമ്മുടെ സിറ്റി, ഗാലേ സിറ്റി, പിന്നെ മറ്റേ സൈഡിൽ കടൽ. ഇവിടെ പഴയ പോർച്ചുഗീസുകാരുടെ ഓർമ്മയൊക്കെ ആയിട്ട് ആ പീരങ്കിയൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി, പോണ്ടിച്ചേരി അതെല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് ഇവിടെ. മൊത്തം ലൈവാണ്, ലൈറ്റ്സും എല്ലാ കാര്യങ്ങളും വെച്ച് നല്ലൊരു കിടില ആംബിയൻസ് തന്നെ ഉണ്ട്. നല്ല ഫോർട്ടിൻ്റെ അടുത്തുള്ള ഏരിയ ഉണ്ട്, ഇതുണ്ട് കുറേ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ മാഗ്നറ്റ് അല്ലേ ഇതല്ല, കുറേ ഗിഫ്റ്റിംഗ് ഓപ്ഷൻസും. സിറ്റി അത്യാവശ്യം നല്ല, അതായത് ഈ ഒരു സിറ്റി ഒരു വേറൊരു ലെവൽ സിറ്റി ഇട്ടാണ്. എങ്ങനെയുണ്ട് സിറ്റി? എങ്ങനെയുണ്ട്? അടിപൊളി. നല്ല വൈകുന്നേരം നല്ല ചായ കുടിച്ച് ഇരിക്കാൻ പറ്റി, വെറുതെ നടക്കാൻ പറ്റിയ ഒരു സിറ്റി. നമ്മുടെ പോണ്ടിച്ചേരി ഉണ്ടല്ലോ. നമ്മുടെ ഗ്യാല കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ വന്നത് ഉണാവട്ടൂണ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒരു ബീച്ചാണ് അത്, ഉണാവട്ടൂണ. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് അതാണ് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്, ഉണാവത്തൂണ. അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് നേരത്തെ കണ്ട ഗ്യാല പോലെ തന്നെ എക്സ്ട്രീംലി ഒരു കബാബ്സ്, പിന്നെ ഗ്രിൽസ്, അങ്ങനെ ഫിഷ് റിലേറ്റഡ് ഐറ്റംസ് ആണ് കൂടുതൽ. പിന്നെ നല്ല ബിസി ആയിട്ടുള്ളൊരു സ്ട്രീറ്റും. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ തന്നെ പോണ്ടിച്ചേരി പോലെ തന്നെ, ബട്ട് ഇത്തിരിയും കൂടി ലൈവാണ് സ്ഥലങ്ങളെല്ലാം. You have the grill, right? Yeah, that's a direct fish. Yeah, only have a Sri Lankan colored area ocean. That's only have. Oh, it's a Sri Lankan fish. Yeah, it's a direct. For the first time I'm seeing this blue fish. Yeah, in one area there's have a more. Oh. That's very tasty and very good and very high. Yeah, we will have the grill. Yeah, sure. ഫിഷിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കണ്ണാണ്. പൊതുവെ ആരും കഴിക്കാറില്ല, ബട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. ഇത് ഫിഷിൻ്റെ ഗ്രില്ലാണ്. ഇത് എന്ത് മീനാണ്? ചെമ്പല്ലി. ചെമ്പല്ലി നമ്മുടെ നാട്ടിലെ ചെമ്പല്ലിയാണ്. റെഡ് സ്നൈപ്പർ. ആൻഡ് ഫൈനലി ടുഡേ ഇസ് ദ ബിഗ്ഗസ്റ്റ് ഡേ ഓഫ് ദിസ് ട്രിപ്പ്. നമ്മൾ ഇത്രയും കാത്തിരുന്ന നമ്മുടെ സ്കൂബ ഡൈവിംഗ് അത് ഇന്നാണ്. നമ്മൾ ഷാർപ്പ് 9 o'clock തന്നെ എത്തിയിട്ട് പൊസൈഡൻ ഡൈവിംഗ് സ്കൂളിലാണ് നമ്മൾ വന്നത്. അപ്പോൾ രാവിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബ്രീഫിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നേരെ ഉൾക്കടലിലേക്ക്, ഡീപ് ബ്ലൂ സീയിലേക്ക്.
അവിടെ ചെന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ. ഞാൻ എന്തായാലും എൻ്റെ ആക്ഷൻ ക്യാമറ എടുത്തിട്ടില്ല, ഇത് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ഷുവർ വിൽ ബി ദ ബെസ്റ്റ് ഷോട്ട് ഓഫ് ദിസ് ട്രിപ്പ്. അപ്പോൾ അതിന് ടൈം കളയേണ്ട നമുക്ക് നേരെ ഉള്ളിലേക്കല്ല. എൻ്റെ ലൈഫിൽ ഞാൻ സ്നോർക്കലിംഗ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ടൈമാണ് നമ്മൾ സ്കൂബ ഡൈവ് ചെയ്യാൻ പോണത്. അപ്പോൾ ഹോപ്പ് ഇത് നല്ല കിടലോട്ട് കവർ ചെയ്യാനും പറ്റുമെന്ന്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. അപ്പോൾ സീ ഇൻ ദ വീഡിയോ. സ്കൂബ ഡൈവ് ഒരു ലൈഫ് ത്രെറ്റനിങ് ആക്ടിവിറ്റി ആയതുകൊണ്ട് കുറേ ഫോംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് എല്ലാം സൈൻ ചെയ്ത് കൊടുക്കുക. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് ഭയങ്കര ഹൈ ആവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. എല്ലാ ഫോംസും വായിച്ച് നോക്കി ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കേശവ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല? ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ജനറലി ഒരുവിധമൊക്കെ സ്വിമ്മിംഗ് അറിയാമെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. റിസ്പെക്ട് കൂടുതലാണോ? റിസ്പെക്ട് ആയിട്ടൊന്നും എനിക്ക് വല്ലാതൊന്നും തോന്നില്ല. പക്ഷേ വെള്ളത്തിൽ കഴിഞ്ഞ് കാമായിരിക്കണം, അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. Here's the instructor. What's your name? I'm Shamil. Yeah. And you have already 20 years experience, right? 50 years we are doing. 50 years is basically been diving for 50 years. 50 years? Yeah, I've been instructor for 30 years now. 30 years now. Fine. And I have some basic question is that first we will be going to the deep sea or we will be going or? Now, first what we will do is we need to give you skills and get you, make sure that you understand what you're doing, and then you recognize any problems and how to prevent them. So we have to learn that part. So we take you in Nikuru Marine Sanctuary, one of the most beautiful places in Sri Lanka for learning the diving. So we do this directly in the ocean. This is pretty safe. It's a house rig. And there we're gonna show you some skills, and you're gonna follow and master the skills. And then you feel that you are ready, and you know that you are ready. Then we take you for the next step, deeper dive. അതായത് ഫസ്റ്റ് തന്നെ അടുത്ത് തന്നെ കടലിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മളെ ഫസ്റ്റ് തന്നെ ഒന്ന് ബ്രീഫ് ചെയ്ത് തരും. നമ്മുടെ സ്കിൽസ് നോക്കിയിട്ട് നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഉൾക്കടലിലേക്ക് കൊണ്ടുപോകും. സോ ലെറ്റ്സ് സീ. ഹോപ്പ് ഫോർ ദി ഗുഡ്. Let's have fun. ബേസിക് ക്ലാസ് ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, റാൻഡം ഒരു വീഡിയോ. അതിനകത്ത് കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് പറയുന്നുണ്ട്. സ്കൂബ ഡൈവ് ടീം, എല്ലാം എനിക്ക് തോന്നുന്നു അവര് ഈ സ്കൂബക്ക് പോയപ്പോഴത്തേക്ക് അണ്ടർ വാട്ടറിൽ നിന്ന് കിട്ടിയ ഇതാണ്. മണിയൊക്കെ നോക്കി ബെല്ല്, വലിയ ബെൽസ് 1870 വരെ അവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവരുടെ ഡ്രസ്സിങ് ചേഞ്ചിങ്ങും ഗാഡ്ജറ്റ്സ് എല്ലാം വെക്കുന്ന റൂമുണ്ട്. ഇവിടെ നിന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഇപ്പോൾ ഡ്രസ്സപ്പ് ചെയ്തിട്ട് നേരെ ട്രയലിന് വേണ്ടി പോകും. ട്രയലിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് മെയിൻ സ്കൂബയിലേക്ക് പോകാൻ പറ്റുള്ളൂ, അതായത് ഉൾക്കടലിലേക്ക്. ജസ്റ്റ് ചെക്കിങ് ആണ്, കറക്റ്റ് സ്യൂട്ട് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സെറ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള എടുത്ത് തന്നെയുണ്ട്. ഇപ്പോൾ ഫിന്നിലേക്ക് എത്തി, ഷൂ സൈസ് പറഞ്ഞാൽ മതി, അപ്പോൾ അവർ കറക്റ്റായിട്ട് എടുത്ത് തരും. അത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റാണ് നമ്മളുടെ സ്വിമ്മിങ് സ്യൂട്ട്. ലാല എന്ന് പറഞ്ഞ പുള്ളിയാണ് നമ്മളുടെ വാട്ടറിലേക്ക് വന്നത്. ഹിസ് നെയിം ഇസ് ലാല ആൻഡ് ഹി ഹാസ് ഓൾമോസ്റ്റ് 30 years ഓഫ് എക്സ്പീരിയൻസ്, റൈറ്റ്? Shoulder to the right, go down your hand, lift your leg, tag, please sweep your hand behind the shoulder, bring all the way to the front. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, പക്ഷേ എന്തായാലും ഇതെന്ന് വെച്ചുകൊണ്ട് പോയിരിക്കും, നമ്മൾ പോയി അണ്ടർ വാട്ടർ പോയിരിക്കും. നമ്മളങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഓൺ റിസ്ക് അല്ല, നമുക്ക് എന്തായാലും പക്കയായിട്ട് തന്നെ പോകാമെന്നുള്ളൊരു സെറ്റപ്പ് കിട്ടിയായിരുന്നു. ഡീപ്പ്, അതായത് 12 meters അല്ലേ പറഞ്ഞാൽ? എത്ര മീറ്റേഴ്സാണ് പറഞ്ഞാൽ? 15 meter, ഏകദേശം 40-50 അടിയോളം വരും കേട്ടോ അടിയിലേക്ക്. അരമണിക്കൂർ 35 minute അല്ലേ? ഓക്കെ. പിന്നെ കൂളിംഗ് ടൈം എല്ലാം കൂടി 1 hour വരും മൊത്തത്തിൽ.
After the line, please. Simeon. Ada mau tulis kada regular kena. തിരിച്ചെത്തിരിക്കുകയാണ് ഗൈസ്. ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് സ്കൈ ഡൈവ് പോലെ തന്നെ സ്കൂബ ഡൈവ്. നമ്മൾ ആദ്യം പോയെടുത്തതിനേക്കാളും എന്താ പറയുക, ഇതൊരു നല്ലൊരു താഴ്ച, ഒരു 40-50 അടി ചെന്ന് ഒരു പാറ എല്ലാം കറങ്ങി ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നില്ല. 40 മിനിറ്റ് 35 മിനിറ്റ് എന്നാ പറഞ്ഞത്, പക്ഷേ അതിൽ കൂടുതലാണ്. വീട്ടിലെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അങ്ങനെ നമ്മളുടെ കൊളംബോയിലെ ലാസ്റ്റ് ഡേ ആണ്. ഇനിയിപ്പോഴത്തേക്കും നമ്മളുടെ ഇവിടുത്തെ എല്ലാവരുടെ സജഷൻ ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങനെ കൂടുതൽ സജഷൻ കിട്ടിയ മിനിസ്ട്രി ഓഫ് ട്രാവലിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മെയിൻ ഈ നമ്മളുടെ ശ്രീലങ്കയിൽ ഞാൻ കണ്ടത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോയിലാണ് കൂടുതൽ പോലീസുകാർ വരെ സഞ്ചരിക്കുന്നത്. ഇവിടെ ഓട്ടോ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ല, ടുക്ക് ബാങ്കോക്കിലേക്ക് പോലെ തന്നെ. മിനിസ്ട്രി ഓഫ് ട്രാവൽ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാംസ് ഒക്കെ നടത്താനും പിന്നെ അത്യാവശ്യം നല്ലൊരു ക്രൗഡിന് ഇരുത്താൻ പറ്റിയ ഒരു ഹോട്ടലാണ്. ഒരു വലിയ ക്രിസ്മസ് ട്രീ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ ശ്രീലങ്കയിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള പോലെയൊക്കെ തന്നെ ഒരു സ്ഥലമാണ് എന്നൊക്കെയാണ് ഫുൾ ആൾക്കാരും പറഞ്ഞത്. പക്ഷെ ഇതങ്ങനെയല്ല, കേരള പോലെയുള്ള ആ ഒരു ടെറൈൻ ഉണ്ടെങ്കിലും ബിൽഡിങ്സ് വൈസ് എല്ലാം നല്ല എന്താ പറയുക, ഭയങ്കര വലിയ ബിൽഡിങ്സ് ആണ്. കാരണം മിനിസ്ട്രി ഓഫ് ട്രാവലിന്റെ ഉള്ളിലേക്ക് കയറുന്നത് എൻട്രൻസ് ഉള്ളിൽ. ഓർഡർ ചെയ്താ എല്ലാം ഫ്രഷ് ആയിട്ട് ഉണ്ടെന്ന് വെച്ചാൽ. പിന്നെ കിച്ചണൊന്നും ഒരു മറയില്ല, ഫുള്ള് കിച്ചൺ എല്ലാം ഓപ്പൺ ആണ്, എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് കാണാം, നേരിട്ട് കാണാം. അത്രയും ക്ലീൻ ആയിട്ടാണ്. എന്താ 1/2 കിലോ, സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, കിലോ ക്രാബ്, ജംബോ, കൊളോസൽ. ഓ മൈ ഗോഡ്. മിനിസ്ട്രി ഓഫ് ക്രാബിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രൊഫിറ്റ്സ് ഫുള്ള് പോകുന്നുണ്ട്. ചാരിറ്റി ചോസൺ ബൈ മഹിള ആൻഡ് കുമാർ ആൻഡ് ദർശൻ. ഫുൾ പ്രൊഫിറ്റ്സ് ഇത് പോകുന്നത് മൊത്തം ചാരിറ്റിക്ക് വേണ്ടിയാണ്. അതാണ് ഇതിന്റെ ഈ ഹോട്ടലിന്റെ മിനിസ്ട്രി ഓഫ് ക്രാബിന് ഇത്രയും ഹൈപ്പ് പോകുന്ന മെയിൻ കാര്യം തന്നെ. ഇവിടുത്തെ മെയിൻ മെന്യൂസ് എല്ലാം ഡോളേഴ്സിലാണ്, എല്ലാം US ഡോളേഴ്സിലല്ല, എല്ലാം ഓരോന്നെ സൈസ് വെച്ചെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയാ ഓർഡർ ചെയ്തേക്കുന്നത് ഇപ്പൊ? ക്രാബ് മീഡിയം ആൻഡ് ലോബ്സ്റ്റർ അല്ലേ? ഓക്കെ. ലാർജ് ആണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഓക്കെ.
come in 50-50. 50 crab meat and 50 crab shell. Sometimes the small crab, the less meat and lot of shell. That's why we recommend one person, one crab small. എന്താണ് ക്രാബ് കട്ടറാ? ബ്രാഞ്ചസ് കുറേ അടുത്തുണ്ട് കേട്ടോ. ഷാങ്കയിലുണ്ട്, മുംബൈയിലുണ്ട്, ബാങ്കോക്ക്, മാൽദീവ്സ്, അങ്ങനെ കുറേ സ്ഥലങ്ങളിലുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഓർത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീലങ്കയിൽ മാത്രമേ ഉള്ളതെന്നാണ്. പക്ഷേ കുറേ സ്ഥലങ്ങളിലുണ്ട്. മുംബൈയിൽ, നമ്മുടെ ഇന്ത്യയിൽ മുംബൈയിലുണ്ട്. റെഡി ഫോർ ദ പൊളി. നല്ല ഫ്രഷ് സാധനം. ഫ്രഷ് സാധനം അല്ലേ? അങ്ങനെ ഫുഡിങ് കഴിഞ്ഞ് പ്രൈസ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും. പ്രൈസ് നേരത്തെ നമ്മൾ ഓവർ പ്രൈസ് ആണെന്ന് പറഞ്ഞെങ്കിലും എനിക്കിത് ഇത്തിരി അധികം ഓവറായിട്ട് തോന്നിച്ചത്. 1,11,000 ലങ്കൻ റുപ്പീസ് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 29,000. ഒരിക്കലും ഒരു ബഡ്ജറ്റ് ട്രാവലേഴ്സ് ഒരിക്കലും ഇവിടെ വരാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. വന്ന് കണ്ടിട്ട് പോവുക. ഒരു ഇത്തിരി ലക്ഷറിയസ് ആയിട്ട് നോക്കിയാൽ മാത്രമേ ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ. ഇതിലും ഭയങ്കര ചീപ്പായിട്ട് ഇക്കഡോയിലും ആ ഒരു ഏരിയയിൽ ബീച്ചസിൽ ഇതിലും നല്ല ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടും. ഇത് ഇത്തിരി അധികം തന്നെ 28,000 രൂപ. ശ്രീലങ്കയിൽ കണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൂവി ആക്ടേഴ്സ് ഇല്ല. മൂവി ആക്ടേഴ്സിന് അത്ര വലിയൊരു പ്രശസ്തി ഇല്ല. പ്രശസ്തി ഇൻ ദ സെൻസ് ഇങ്ങനെ നമ്മളുടെ അവിടെ മോഹൻലാൽ, മമ്മൂട്ടി അങ്ങനെയുള്ളവരുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം പേരുണ്ട്, അങ്ങനെ അത്യാവശ്യം ആൾക്കാരെല്ലാം അറിയുമല്ലോ. ഇവിടെ അങ്ങനെ മൂവി ആക്ടേഴ്സ് പറയാൻ മാത്രം ഒരാൾ മാത്രമേ ഉള്ളൂ. അതും അത്ര വലിയൊരു ഫേമസ് അല്ല. ഇവർ കൂടുതലും വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ട്രാൻസ്ലേറ്റ് ഇട്ടിട്ട് തമിഴ് ഫിലിംസ് ആണ് കൂടുതൽ വാച്ച് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടീസും പേരും എല്ലാം ക്രിക്കറ്റേഴ്സിനാണ്. നമ്മളിപ്പോൾ പോയ ഈ മിനിസ്ട്രി ഓഫ് ക്രാബ് തന്നെ ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ ആ പുള്ളി പറയട്ടെ എന്ന് പറഞ്ഞാണ് ഞാനത് പറയാറുള്ളത്. പിന്നെ നമ്മൾ ക്യാൻഡി പോയില്ലേ, ക്യാൻഡി പോയപ്പോഴും ഉണ്ടായിരുന്ന മിക്ക സ്ഥലങ്ങളും ക്യാൻഡീനുള്ള ഹോട്ടൽസും കുറേ ലാൻഡ് ഓണേഴ്സും എല്ലാം ക്രിക്കറ്റേഴ്സാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു രീതിയാണ് നമ്മളുടെ ആ ഒരു നാട്ടിലായിട്ടുള്ള ഒരു മെയിൻ വ്യത്യാസം അതാണ്. പിന്നെ മൂവി പോസ്റ്റേഴ്സ് അങ്ങനെയുള്ള ഒരു സാധനം റോട്ടിലില്ല. ഒരു ഈ ബിൽസ് ഒന്നും സ്റ്റിക്ക് ചെയ്യണില്ല അവരെടുത്ത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ശ്രീലങ്കൻ വ്ലോഗ്. നമ്മൾ കണ്ട പോലെ തന്നെ എല്ലാവർക്കും മാക്സിമം വെർച്വലി കാണിക്കാനുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ വീഡിയോസും ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ശ്രീലങ്ക വന്നപ്പോൾ തന്നെ കുറേ പേര് പറഞ്ഞായിരുന്നു കേരളം പോലെ അല്ലെങ്കിൽ ഇന്ത്യ പോലെയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തില്ല. ചില സ്ഥലങ്ങളുണ്ട്, അതിപ്പോൾ ഗോവയിൽ ചെന്നാലും കേരള പോലെ തന്നെയുള്ള സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ ശ്രീലങ്ക സംഭവം എന്താ പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് പ്ലേസ് എന്ന് തന്നെ പറയാം. ഇന്ത്യനായിട്ട് ഒരിക്കലും അതിങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ചില സ്ഥലങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഇറ്റ്സ് എ ഗുഡ് കൺട്രി. എല്ലാവരും വരിക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്നപ്പോൾ പോലും നമ്മുടെ കനിഷ്ക് എന്ന ബ്രോയാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഒരു റെഫറൻസ് കിട്ടിയ പുള്ളിയാണ് നമുക്ക് എല്ലാ സ്ഥലങ്ങളും കൊണ്ടേ കാണിച്ചത്. ഈ വീഡിയോ എടുക്കുന്നവരെ പുള്ളിക്കാരനാണ്. അപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. വന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ എന്തായാലും പുള്ളിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പുള്ളിനെ കോൺടാക്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പുള്ളി എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോകും. ഒരു മടുപ്പില്ല പുള്ളിക്ക് എവിടെ വരാനാണെങ്കിലും. അപ്പോൾ പുള്ളിയുടെ നമ്പർ ഉണ്ടാവും. വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉറപ്പായിട്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. ആൻഡ് ഞാൻ പുള്ളിനെ കാണിച്ചു തരാം, കനിഷ്ക് ബ്രോനെ. Go say hi. All are welcome to Sri Lanka, right? Yeah. See you soon. Yeah. അപ്പോൾ ബോയ്സ് ഹൗ ഇസ് ശ്രീലങ്ക? ഗുഡ്. അപ്പോൾ ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ട്രാവലിങ്ങിന് പറ്റിയ ഒരു എന്താ പറയുക സെറ്റപ്പ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹൈ ലെവലിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് പോഷ് ലൊക്കേഷൻ രണ്ടിനും പറ്റിയ ഒരു ട്രാവലിംഗ് എന്താ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു സ്ഥലം. സോ ഇറ്റ്സ് ഗുഡ്, വെരി ഗുഡ്. നമ്മളെ മലയാളിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ആക്സസിബിലിറ്റിയും കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബെസ്റ്റ് സ്ഥലം. മസ്റ്റ് കം കൺട്രി. ഒന്നും പറയാനില്ല, ഇവർ പറഞ്ഞതിനേക്കാളും കൂടുതലൊന്നും പറയാനില്ല, അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതെ, നിങ്ങളെല്ലാവരും ശ്രീലങ്കയിൽ വരിക, എൻജോയ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.